സിഹറിന്റെ വ്യാപ്തി എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു പോകാൻ സിഹറിന് കഴിവുണ്ട്. ഇതെന്റെ വാക്കല്ല, അള്ളാന്റെ വിശുദ്ധ ഖുർആനിന്റെ വാക്കാ. ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അകറ്റാ. ഏത് അകറ്റലാണ്? നമ്മൾ നിസ്സാരമായി കാണുന്നത് വലിയ കാര്യമാണോ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നത് വലിയ കാര്യമല്ലല്ലോ എന്ന നിസ്സാരമായിട്ടുള്ള വാക്ക് നമ്മൾ പറയുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്നത് ഏത് ബന്ധത്തിലാണെന്നറിയോ? മീസാകന ഖലീലാ. അല്ലാഹ് പറഞ്ഞത് ബലിഷ്ഠമായ കരാറെന്നാ. ഇങ്ങനെ ബലിഷ്ഠമായ കരാറെന്ന് പറഞ്ഞത് പള്ളിയിൽ ഇമാമിനെ എടുക്കുന്നതിനെ പറ്റിയല്ല, ഒരു മഹല്ലത്തിന്റെ പരിപാലന സമിതി സത്യപ്രതിജ്ഞ കയറുന്നതിനെ പറ്റിയല്ല, നിയമസഭാ മന്ദിരത്തില് ജനാധിപത്യത്തിന്റെ ശ്രീകോവില് ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നതിനെ പറ്റിയല്ല, അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നതിനെ പറ്റിയല്ല. അള്ളാഹു പറയുന്നത് മീസാകൻ ഖലീലാ, ബലിഷ്ഠമായ ഒരു കരാറെന്ന് പറയുന്നത് ഉമ്മയും മകനും തമ്മിലുള്ള കരാറല്ല, വാപ്പയും മോനും തമ്മിലുള്ള കരാറല്ല. പിന്നെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരേ ഒരു കരാറേതാ? മീസാകൻ ഖലീലാ എന്ന് പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒലയാത്ത അലയാത്ത ഒരിക്കലും മുടയാത്ത ഒരു കരാറാണ്. ആ കരാറിനെ പൊളിച്ചു കളയാൻ കഴിവുള്ളതാണ് സിഹർ. ആലോചിച്ചു നോക്കിയേ, ആ ബലിഷ്ഠം എന്ന് ഖുർആൻ പറഞ്ഞതിനെ പൊട്ടിക്കാൻ കഴിവുള്ളതിനാണ് സിഹർ എന്ന് പറയുന്നതെങ്കിൽ, ആ സിഹറിനെ പറ്റി 102-ാമത്തെ ആയത്ത് വിശദീകരിച്ചിട്ട് അള്ളാഹു അവസാനം പറയുന്നു, സിഹർ കാരണം ഭാര്യയും ഭർത്താവും രണ്ട് കോണിലാവും. ഇത് പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുകയാണ്, വമാഹും ബിളാദീന ബി മിൻ അഹദിന ഇല്ലാ ബിഇദ്നില്ലാഹ്. എത്ര വലിയ സിഹർ ബാധിച്ചാലും, എത്ര വലിയ ഐന് ബാധിച്ചാലും, ഏതമ്പലങ്ങളിൽ പോയി കരിങ്കട കൊടുത്താലും, അമ്പലത്തിൽ പോയി കരിങ്കോഴി കൊടുത്തിട്ട് രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചാൽ, മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമാഹും ബിളാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ, അവന്റെ അറിവില്ലാതെ, അവന്റെ അനുമതിയില്ലാതെ, അവൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങൂല. കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലും കൊടുനീര് കൊടുക്കുന്നത് അല്ലാഹുവാ. വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലുള്ള ചലന നിശ്ചലനങ്ങൾ അറിയുന്നതും അല്ലാഹുവാ. ഒളിക്കണ്ണ് കൊണ്ടുള്ള നോട്ടം കാണുന്നതും അല്ലാഹുവാ. ഇതെല്ലാം അറിയുന്ന പടച്ചതമ്പുരാ, ഇന്നലെയും ഇന്നും നാളെയുമില്ലാത്ത അല്ലാ, എല്ലാം തുറന്ന പുസ്തകമായ അല്ലാ, ആ പടച്ചതമ്പുരാന്റെ അറിവില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ഇത് വിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുമ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, ഒരു വാഹനത്തിന്റെ പിന്നില് റസൂലുള്ള ഇരിക്കുന്ന ഒട്ടകമോ കുതിരയോ, എന്റെ ഓർമ്മ ശരിയല്ല, ഏതോ ഒരു വാഹനത്തിന്റെ പിന്നില് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുത്തുകയാ. അന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ തീരെ ചെറുതാ. അള്ളാന്റെ ഹബീബിന്റെ വാഹനപ്പുറത്ത് നബി തങ്ങളുടെ പിന്നില് അള്ളാന്റെ റസൂല് ലിഫ്റ്റ് കൊടുത്തു കൊണ്ടുപോവുകയാ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് എന്ന ബാലനോട് റസൂലുള്ളാഹി സംസാരിച്ചത് എന്തെന്നറിയോ? യാ എന്റെ പൊന്നുമോനെ, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലായി ഇത് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, യാ ഗുലാം, എന്റെ പൊന്നുമോനെ, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻയൻഫഊക അലാ അൻയൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹ്. ലോകത്തുള്ള ജനങ്ങളെല്ലാം നിനക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്യാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ, ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്കെന്തോ സമ്മാനം തരാൻ വേണ്ടി തീരുമാനിച്ചെന്നിരിക്കട്ടെ, നിനക്ക് വലിയ ആദരവ് തരാൻ വേണ്ടി തീരുമാനിച്ചെന്നിരിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ച് എഴുതിയതല്ലാതെ ഒന്നും നിനക്ക് കിട്ടൂലേ പൊന്നുമോനെ. ഒരു രൂപ നിനക്ക് ലാഭം കിട്ടണോ, അത് അല്ലാഹു നിനക്ക് നിന്റെ ഉമ്മയുടെ ഉദര
ഉദരത്തിൽ കിടക്കുമ്പോ 4-ാം മാസം എത്തുമ്പോ 3:40 പിന്നിട്ടപ്പോ രേതസ്കണമായി, ബീജക്കട്ടയായി, രക്തക്കട്ടയായി, മാംസക്കട്ടയായി 3:40 പിന്നിട്ട് ഗർഭാശയം എന്ന ഇരുളടങ്ങിയ ആ ഒരു ചെറിയ അറയ്ക്കുള്ളിൽ നീ കിടക്കുമ്പോ ഒരു മലക്ക് വന്നിട്ട് രേഖപ്പെടുത്തുകയാണ് നിനക്ക് എന്തൊക്കെ ലാഭം കിട്ടുമെന്ന്. അതല്ലാത്തതൊന്നും നിനക്ക് കിട്ടൂല. ഈ 8 സെന്റിന് അഡ്വാൻസ് 2 ലക്ഷം രൂപ കൊടുത്ത സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ചുണക്കുട്ടികളായ ആത്മാർത്ഥതയുള്ള എന്റെ പ്രിയപ്പെട്ട സംഘാടകരായ ചെറുപ്പക്കാരാ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാക്കന്മാരുടെ ഉദരത്തിൽ വെച്ച് അള്ളാഹു രേഖപ്പെടുത്തിയത് എന്താണോ അത് നടന്നിരിക്കും. അള്ളാഹു നിങ്ങൾക്ക് തരുന്നതെല്ലാം അതിന്റെ പേരിൽ തന്നെയാ. ഇവിടെ കൊടുത്ത 25,000-ഉം 15,000-ഉം 10,000-ഉം 5,000-ഉം ഈ ബക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അള്ളാഹു എഴുതി തന്നത് തന്നെയാ, അല്ലാത്ത പുതിയതൊന്നും വരൂല. ശേഷം ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, ഇബ്നു അബ്ബാസിനോട് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ ഗുലാമേ, പൊന്നുമോനെ, വലവിസ്തമഉ അലാ അൻ യളറൂക ബിശൈഇൻ, നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തീരുമാനമെടുത്തെന്നിരിക്കട്ടെ, ലം യളറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹ്, എന്നെ അല്ലാഹു എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ച ലോകത്തുള്ള 10,000-കണക്കിന് ആളുകൾ സമാധാനത്തിന്റെ സമാശ്വാസത്തിന്റെ വാക്കുകളുമായി വന്നാലും എന്നെ രക്ഷപ്പെടുത്താ, എന്നെ സമാധാനിപ്പിക്കാ, എന്നെ അതിൽ നിന്ന് മുക്തനാക്കാൻ കഴിയില്ലേ. അതുപോലെ എനിക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു വിപത്ത് തരാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഒരു സൗഭാഗ്യം തരാൻ ഉദ്ദേശിച്ചാൽ ലോകത്തുള്ള ജനങ്ങൾക്കൊന്നും അതിൽ പങ്കില്ല. കാരണം സൂഉൽ ഖളാ പടച്ചവനിൽ നിന്ന് വരുന്നതാ. അതുകൊണ്ട് നിങ്ങൾ ആരുടെ മുന്നിലാ കൈകൾ നീട്ടേണ്ടത്, ആരോടാ നിങ്ങളുടെ സങ്കടങ്ങൾ പറയേണ്ടത്? അമ്പലങ്ങളിൽ പോകലല്ല പെങ്ങളെ, ഓൺലൈൻ ബിസിനസ്സുകളിലൂടെ നടന്ന് ഓൺലൈൻ ആരാധനാ ശൈലികളിലേക്ക് പോകലല്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് ലോകത്തിന്റെ നായക, അജയ്യനായ നേതാവേ, ആമിനയുടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, ഇന്നേ വരെ തമാശയ്ക്ക് പോലും അവിടുത്തെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത, അസത്യത്തിന്റെ ലാഞ്ചന അടർന്നു വീഴാത്ത ആമിനയുടെ തങ്കക്കുടമേ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, എന്തുകൊണ്ടെന്നറിയോ? റുഫിഅത്തിൽ അഖ്ലാ വജഫത്തി സുഹുഫു. എന്താണ് കാരണം? പേന ഉയർത്തി ഏടുണങ്ങി. ഇനി ആർക്ക് എഴുതി പിടിപ്പിക്കാനും പറ്റൂല, ആ ഏട് മാച്ച് കളയാനും പറ്റൂല. എഴുതി പിടിപ്പിക്കാൻ പറ്റാത്ത കാര്യം എന്താണ്? റുഫിയത്തിൽ അഖ്ലാം, പേന മാറ്റിയിരിക്കുകയാണ്. പിന്നെന്താ മാച്ച് കളയാൻ പറ്റാത്തത്? ജഫത്തി സുഹുഫു, ഏട് ഉണങ്ങിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു വിധിയും എന്തായാലും അല്ലാഹ് അറിയാതെ ആകാശത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരൂല. ഈ ഭൂമിയിൽ ഒരു ഇല പോലും അനങ്ങൂല. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അവൻ അറിയാതെ ഒന്നും വരില്ല. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ പടച്ചോനെ, ഞാൻ നിസ്കരിച്ചു, എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ, നീ വേണമെങ്കിൽ സ്വീകരിച്ചോ എന്ന് പറഞ്ഞിട്ട് പൊടിയും തട്ടി ഇറങ്ങി പോകുന്നവരുടെ കാര്യം മാറ്റിവെച്ചാൽ, അഹ്ലുസുന്നയുടെ പ്രവർത്തകർ നമസ്കാരം കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി പള്ളിക്കകത്തിരുന്നിട്ട് പറയുന്നൊരു വാക്കെന്താ? എന്താ പറയുന്നത്? നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രതിജ്ഞ ചെല്ലുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ആദ്യത്തെ ഫർളാൻ, ഖൗലിയായ ആദ്യത്തെ ഫർളാൻ. തക്ബീറത്തുൽ ഇഹ്റാം ഫർളാൻ, അത് കഴിഞ്ഞ ഖൗലിയായ ഫർള് ഫാത്തിഹയാണ് ആദ്യം. ആ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞുള്ള ആദ്യ ഫർള് പറയുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നത് എന്താ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതവും മരണവും നിസ്കാരവും നോമ്പും സകല ഇബാദത്തുകളും, എൻ്റെ അനക്കമടക്കങ്ങൾ, എൻ്റെ ശ്വാസനിശ്വാസങ്ങൾ, എൻ്റെ എല്ലാം നിനക്കാണ് തമ്പുരാനെ. ഇത് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതി നിസ്കാരം തുടങ്ങി അവസാനിപ്പിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തയ്ത വലാ മുഅ്തിയ ലിമാ മനഅ്ത
വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതല്ലേ നമ്മൾ പറയുന്ന ഉപ്പാ നാളത്തെ സുബഹി മുതൽ പറയുമ്പോ നിങ്ങളുടെ ഹൃദയം പിടപെടക്കട്ടെ, കണ്ണുകൾ കണ്ണുനീര് പൊഴിക്കട്ടെ. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, പടച്ചോനെ നീ തന്നാൽ തടയാൻ ആരുമില്ല. വലാ മുഅ്തി ലിമാ മനഅത, നീ തടഞ്ഞാൽ തരാൻ ആരുമില്ല അല്ലാ. വലാ റാദ്ദു ലിമാ ഖളൈത, നിന്റെ വിധിയെ തടസ്സം നിൽക്കാൻ ലോകത്ത് ആരുമില്ല തമ്പുരാനെ. വലാ മുബദ്ദില ലിമാ ഹകംത, നിന്റെ വിധിയെ മാറ്റിമറിക്കാൻ തബ്ദീൽ ചെയ്യാൻ ആരുമില്ല. എന്തോ ഒരു പ്രതിജ്ഞയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് വെളിയിറങ്ങിയിട്ട് പറയാ നമ്മുടെ കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നേ. അത് പിന്നെ എങ്ങനെ ശരിയാവുക? അതെങ്ങനെ ശരിയാവുക? എന്നിട്ട് കുറെ മായാവി കഥകൾ പറഞ്ഞു കൊടുക്കുക. കറാമത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കറാമത്ത് കാണിച്ച മഹാന്മാരുണ്ട്. എൻ്റെ ഒരു വലിയൊരു സയ്യിദുണ്ട്, ഇപ്പോഴും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോ അള്ളാഹുവിനോട് പറയും, എന്നാലൊന്ന് ദ്വാരക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരെ വിളിച്ചിട്ടെന്ന് പറയാറുണ്ട്, ഉസ്താദ് ഒന്ന് ദ്വാരക്കണേ, തങ്ങളും ദ്വാരക്കണേ. ആ തങ്ങളുടെ ഉപ്പ, പാലക്കാട് ജില്ലയിലും മണ്ണാർക്കാടുള്ള ആ മഹാനായ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ സീരിക്കോയ തങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് ആറ്റക്കോയ തങ്ങൾ. ആ ആറ്റക്കോയ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു അത്രേ. ആട് മോഷണം പോയി, ആകെ ജീവിതത്തിന്റെ സമ്പാദ്യമായിരുന്നു. അതുകൊണ്ട് തങ്ങളിപ്പോ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഇനി ഇത് മായാവി കഥയായിട്ട് നാളെ വരുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. തങ്ങളിപ്പോ ദ്വാരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ദ്വായൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഞാൻ ചെയ്യണത്? എന്റെ ആട് പോയി, എന്റെ ജീവിതത്തിന്റെ ആകെ സമ്പാദ്യമാണ്. അപ്പൊ ഭാര്യയോട് പറഞ്ഞു, ഇച്ചിരി കട്ടൻ ചായ കൊടുക്കാൻ പറഞ്ഞു ഇയാൾക്ക്. അതിലെന്താ കടുകെണ്ണയല്ലേ വയറിളക്കുന്ന അല്ലേ? അത് ആവണക്കെണ്ണ, ആവണക്കെണ്ണ കുറച്ചൊഴിച്ചിട്ട് ഗ്ലാസ് കട്ടൻ കൊടുക്കാൻ പറഞ്ഞു. ആട് മോഷണം പോയതിന് എനിക്കെന്തിനാണ് എണ്ണ ഇട്ടിട്ട് വെള്ളം തരിക? നീ കുടിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പാവപ്പെട്ടവൻ ആ ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് പെട്ടെന്ന് ബസ് കയറിയിട്ട് പോകും. കുറെ നേരം കഴിഞ്ഞപ്പോൾ വയറിന് ആകെ ഒരു അസ്വസ്ഥത. അവൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇറങ്ങണം. കണ്ടക്ടർ പറഞ്ഞു, നിങ്ങൾ ടിക്കറ്റ് എടുത്തത് ഇവിടത്തേക്കല്ലല്ലോ. എനിക്കതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ അദ്ദേഹത്തിന് വണ്ടി നിർത്തി കൊടുത്തു, ഇറങ്ങി. എവിടെ പോകാനാ? പള്ളിയില്ല. ഇവിടത്തൊക്കെ പള്ളി എന്നാൽ ഗോദ്രേജിന്റെ പൂട്ടിട്ട് ആ ബാത്റൂം പൂട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആകെ വിഷമിച്ച് എന്ത് ചെയ്തു? ഒരു കുറ്റിക്കാട് കണ്ടു, ഇതുപോലത്തെ ആളൊഴിഞ്ഞൊരു ഭാഗം. അവിടേക്ക് അങ്ങോട്ട് കയറി. അദ്ദേഹത്തിന്റെ ആവശ്യം നിർവഹിക്കണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്തോ ഒരു അനക്കം പുറകില് നോക്കുമ്പോൾ തന്റെ ആട് അവിടെ നിൽക്കുക. അതിനെ പിടിച്ചോണ്ട് വീട്ടിൽ പോയി. എനിക്കറിയാം നാളെ ഇതിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഹക്കായിട്ട് പറയണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് മഹാന്മാരായ നമ്മുടെയൊക്കെ വലിയ വലിയ ആരിഫീങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആ വാക്ക് ഭയങ്കര അസറ. ഒരുപാട് വേദികളിൽ ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മഹാനായ മുഹയ്യിസുന്ന ആദരണീയനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, ആനക്കര കോയാക്കുട്ടി ഉസ്താദ്. അടുത്ത മാസം എനിക്ക് ആനക്കരയിൽ പ്രസംഗമുണ്ട്. ആനക്കര കോയാക്കുട്ടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ വാവാട് ഉസ്താദ്, ചേലക്കാട് ഉസ്താദ്, അങ്ങനെയുള്ള കുറേ മഹാന്മാരുമായിട്ട് വേദി പങ്കിടാനും ദുആ വസിയത്ത് ചെയ്യാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അവരോടൊപ്പം നിൽക്കാനോ ഇരിക്കാനോ എന്നുള്ള ക്വാളിറ്റി ഒന്നുമില്ല. നിങ്ങൾ പറയും, ഉസ്താദ് നല്ല വിനയത്തിന്റെ പ്രസംഗം. അല്ല, നിങ്ങളെക്കാൾ എനിക്കാരാന്ന് എന്നെ അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്നെക്കാൾ എന്നെ പറ്റി അള്ളാഹ്ക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു എന്തെങ്കിലും വിരിച്ച ലോകത്ത് ആര് വിചാരിച്ചാലും തടയാൻ പറ്റൂല. അള്ള തരാൻ ഉദ്ദേശിച്ചാൽ തടയാൻ പറ്റാത്തതുപോലെ തന്നെ അള്ള തടഞ്ഞാൽ ആർക്കും കൊടുക്കാൻ പറ്റൂല. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവാണ് എല്ലാ വിധിയും പുറപ്പെടുവിക്കുന്നത്. അവനാണ് സർവ്വവിധികളുമുള്ളത്. നന്മയും തിന്മയും ഒക്കെ അവനിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തു വേണം? തഅവ്വദു ബില്ലാഹി മിൻ സൂഇൽ ഖളാ. അർച്ചോനെ, നീ എനിക്ക് മോശമായ വിധികളൊന്നും എന്റെ തലയിൽ വെച്ച് തരല്ലേ എന്ന് എപ്പോഴും അള്ളാഹുവോട് ദുആരക്കാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഞാനിപ്പോൾ നാട്ടിൽ വന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ പനവൂരിലാണ് എൻ്റെ സ്വദേശം. തിരുവനന്തപുരത്ത് നിന്ന് 24 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 27 കിലോമീറ്റർ വീണ്ടും പോകണം.
അപ്പൊ അങ്ങേ അറ്റത്ത് നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ നാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, അള്ളാഹുവിന്റെ വിധി അനുകൂലമാകാൻ ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരാം. ഇത് ഹദീസാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തരാൻ ഒരു ദിക്ർ തരാൻ ഞാൻ വലിയ ഷെയ്ഖൊന്നും അല്ല. പക്ഷെ ഇത് ഹദീസാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി തിരുവനന്തപുരത്ത് വരാറുണ്ട്, കാസർഗോഡ് പോകാറുണ്ട്, ഗൾഫിൽ പോകാറുണ്ട്, കോഴിക്കോട് പോകാറുണ്ട്. നിങ്ങൾ ഇവിടെ എന്താണ് ഖത്തറമ്മലുകാരാ അല്ലെ? ഖത്തറമ്മലുകാരാ. ഞാൻ ഒത്തിരി പഠിച്ചിട്ടാണ് ഈ സ്ഥലം പറഞ്ഞത്. കാരണം പെട്ടെന്ന് വായിൽ വരാത്തൊരു പേരാ സ്ഥലം. കൊടുവള്ളി, മടവൂര്, ഓമശ്ശേരി, കോഴിക്കോട്, ഇതൊക്കെ പെട്ടെന്ന് വരും. അപ്പോ ഈ ഒരു സ്ഥലം ഞാൻ വണ്ടിയിൽ വന്ന ആ ഷമീർ സാഹിബിനോടും സൗദുദ്ദീൻ സാഹിബിനടുത്തൊക്കെ കുറച്ചിങ്ങനെ ചോദിച്ചു പഠിച്ചിട്ടാണ് വന്നത്. ഖത്തറമ്മൽ ഈ പ്രദേശത്തുള്ള നിങ്ങൾ കൊടുവള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്? വാഹനം ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു ദുആ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കാര്യവും അല്ലാഹു തആല വിധി ഒരിക്കലും പ്രതികൂലമാക്കുകയില്ല. ഒന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല. പഠിച്ചോളി, എഴുതി വെച്ച് പഠിച്ചോളി. ഏതാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ നസല മൻസിലൻ ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്. ആരെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ, ആരെങ്കിലും ഒരു പ്രദേശത്ത് ചെന്നിറങ്ങുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും പറഞ്ഞ അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്, അത് പഠിക്കണേ സഹോദരങ്ങളെ. എന്റെ കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ, അങ്ങേ അറ്റം പോയാൽ ഒരു 5 പ്രാവശ്യം പറഞ്ഞാൽ മതി. നമ്മുടെ മനസ്സിലിരിക്കും, മനനം ചെയ്യാൻ നമുക്ക് പറ്റും, ബൈഹാത്താക്കാൻ പറ്റും, സംശയമില്ല. അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്. സമ്പൂർണമായ നിന്റെ കെലിമത്തുകൾ കൊണ്ട് നിന്നോട് ഞാൻ കാവൽ തേടുകയാ. മിൻ ശർരി മാ ഖലഖ്, നിന്റെ സൃഷ്ടികളിലെ മുഴുവൻ ശർറുകളിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാ. ഇതൊരാളൊരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാ റസൂലുള്ള പറയുകയാണ്, ലം യളുറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി. അവിടെ നിന്ന് തിരിച്ചവന് വാഹനം കയറുന്നത് വരെ അവനിൽ ലം യളുറുഹു ശൈഉൻ, ഒരു ചുക്ക് സംഭവിക്കുകയില്ല, അവന് ഒരു ദുരിതവും സംഭവിക്കുകയില്ല, അവനൊരു പ്രശ്നവും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു ലോക്കാണ്. സകല പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് പ്രതിസന്ധികളിൽ നിന്നുള്ള വലിയ പ്രതിരോധത്തിന്റെ ഒരു ലോക്കാണ്. എവിടെ ചെന്നിറങ്ങിയാലും പറഞ്ഞു അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് യാത്രയാകുന്നത് വരെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരില്ലത്രേ. ഇത് റസൂലുള്ളാഹി തങ്ങളാ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാവൽ തേടിക്കോ. എവിടെ ചെന്നിറങ്ങിയാൽ അല്ലാതെ പടച്ചവന്റെ ഏതെങ്കിലും സൂഉൽ ഖലാ വരുമ്പോ, വിപത്തുകൾ പ്രതികൂലമായിട്ട് അല്ലാഹുവിന്റെ വിധികൾ വരുമ്പോ അതിന്റെ പേരിൽ സഹതപിക്കുകയല്ല, പരിതപിക്കുകയല്ല. പകരം സഹോദരങ്ങളെ, എന്റെ റബ്ബിന്റെ പരീക്ഷണങ്ങള് എതിരായി വരുന്നതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു എന്ന് ഏത് സമയത്തും ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ. ഇനി ഞാൻ പറയുന്ന എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ ഭാഗമാണ്, ഏറ്റവും മർമ്മമായ ഭാഗമാണ്. ഈ വിനാശകരമായ വിധിയിലൂടെ കനത്ത പരീക്ഷണങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇനി ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ. 4ാമത് അല്ലാഹുവിന്റെ റസൂല് കാവൽ തേടാൻ പറഞ്ഞ വലിയ ഒരു ദുരിതമുണ്ട്. അതേതെന്നറിയോ? ശമാതത്തുൽ അഅദാ, ശത്രുക്കളുടെ ഊറിച്ചിരിയാ. ശത്രുക്കളുടെ ചിരിയാണ്, ശത്രുക്കളുടെ പൊട്ടിച്ചിരിയാണ്, ശത്രുക്കളുടെ മന്ദഹാസമാണ്, ശത്രുക്കളുടെ ചിരിയാണ്. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈ ശത്രുക്കളാരാ? ഫാസിസ്റ്റുകളല്ല, നാസിസ്റ്റുകളല്ല, സയനിസ്റ്റുകളല്ല, സാമ്രാജ്യത്വ ശക്തികളല്ല. ചിലപ്പോ നമ്മുടെ അയൽക്കാരാകാം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരാകാം, കൂട്ടുകാരാകാം, നാട്ടുകാരാകാം, ബന്ധുക്കളാകാം, സഹോദരങ്ങളാകാം. അതുകൊണ്ടാണല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വാപ്പാ, സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ എന്റെ മുന്നിൽ സുജൂദിൽ വീഴുന്നത് ഞാൻ ഇന്നലെ ഉറക്കത്തിൽ കണ്ടു വാപ്പാ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്റെ മുമ്പിൽ നമ്രശിരസ്കരാകുന്നത് ഞാൻ കണ്ടു വാപ്പാ എന്ന് യാക്കൂബ് നബിയോട് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുമ്പോ
പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി കൊടുത്ത വസിയത്ത് എന്താണ്? അവിടെ ഒന്ന് കൊടുത്ത ഉപദേശം എന്താണ്? പൊന്നുമോനെ, ഈ മഹല്ലത്തുകാരറിയല്ലേ എന്നല്ല, നാട്ടുകാരറിയല്ലേ എന്നല്ല, സത്യനിഷേധികൾ അറിയല്ലേ എന്നല്ല, പിന്നെയോ വാപ്പ യാക്കൂബ് നബി പറഞ്ഞതെന്താണ്? എന്റെ പൊന്നുമോനെ യൂസുഫേ, ഈ വിവരം നിന്റെ സഹോദരങ്ങൾ അറിയല്ലേ, നിന്റെ സഹോദരങ്ങൾ അറിയല്ലേ? അവർക്ക് നിന്നോട് അസൂയയുണ്ടായി, അവസാനം നിനക്കെന്തെങ്കിലും ഒരു ആപത്ത് വന്നാ അവർക്ക് ചിരി വരും മോനെ. സ്വന്തം രക്തത്തിൽ പിറന്ന, സ്വന്തം രേതസ്കണത്തിൽ പിറന്ന, തന്റെ ബീജത്തിൽ പിറന്ന പൊന്നുമക്കളോട്, കൂടപ്പിറപ്പുകളോട് പറയരുതെന്ന് പറഞ്ഞത് എന്തിന്റെ പേരിലാ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ, ഇന്നലി കുല്ലി നിഅമത്തിന് അഅദാ, എല്ലാ നിഅമത്തുകൾക്കും ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ ആരാണ്? അസൂയക്കാരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെന്ന് പറയുമ്പോ ജൂത പരീക്ഷകളാണെന്ന് ചിന്തിച്ചു പോകണ്ട. അതുകൊണ്ട് ശത്രുക്കളുടെ ചിരി വരാതിരിക്കാൻ അള്ളാഹുവിനോട് കാവല തേടണമെന്ന് ആരംഭപ്പൂവായ ഹബീബ്, ലോകത്തിന്റെ മുത്ത് മഹാനായ റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? സഹോദരങ്ങളെ, ഇൻ തംസസുകും ഹസനതുൻ തസുഉഹും വഇൻ തുസിബുകും സയ്യിഅതുൻ യഫറഹു ബിഹാ. നിങ്ങൾക്കൊരു സന്തോഷം വരുമ്പോൾ അവർക്ക് ശത്രുക്കൾക്ക് ദുഃഖമാണ്. നിങ്ങൾക്കൊരു വിപത്ത് വന്നാൽ യഫറഹു ബിഹാ, അവർക്ക് വലിയ സന്തോഷമാണ്. ഇനി ഞാൻ നിങ്ങളെ ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടുപോവുകയാ. അള്ളാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും വലിയ പരീക്ഷണം അനുഭവപ്പെട്ട, ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനായ ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരാണെന്നറിയോ? അല്ലാഹ് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, നിഅബൽ അബ്ദു ഇന്നഹു അവ്വാബ്, ഏറ്റവും നല്ല ദാസനാണെന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകനുണ്ട്. ആരാണെന്നറിയോ? ഈ പറയുന്ന നിങ്ങൾ കാതുകളിലല്ല കേൾക്കേണ്ടത്, ഹൃദയത്തിലാ കോറിയിടേണ്ടത്. എന്റെ ചുണ്ടുകളുടെ സഹായത്തിൽ നിന്ന് നാവിലൂടെ പുറത്തു വരുന്നത് കാതുകളിലൂടെ കേട്ടിട്ടെണീറ്റ് പോകല്ലേ. അതിന് ആസ്വാദനമെന്നാണ് പറയുന്നത്. ചിലര് പറയും കൊള്ളാം, അല്ലെങ്കിൽ ചിലര് പറയും കൊള്ളൂല. ഇത് രണ്ടിന്റെ പേരിലും വാട്ടമോ ചാട്ടമോ നേട്ടമോ കോട്ടമോ ഇല്ല. പക്ഷെ ഈ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സാഗൂതമൊന്ന് കേൾക്കുവോ? സഹോദരങ്ങളെ, ഖുർആൻ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ പ്രതീകമാരെന്നറിയോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബിക്ക് വന്ന പരീക്ഷണം എന്താണെന്നറിയോ? നമുക്ക് വന്ന ഏതെങ്കിലും വേദനയാണോ? നമുക്ക് വന്ന എന്തെങ്കിലും കടമാണോ? ചിലർ പറയും, ഉസ്താദേ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം പൂട്ടിപ്പോയി, ഇപ്പൊ ചെറിയൊരു പീടികയേ ഉള്ളൂ, അതെങ്കിലും അല്ല തന്നില്ലേ സഹോദര. പലരും പറയാറുണ്ട്, ഉസ്താദേ ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ, എല്ലാരും ഇട്ടിട്ട് പോയി. ചിലര് പറയുന്നു, ഉസ്താദേ എനിക്ക് 4-5 മക്കൾ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു കുട്ടി മരിച്ചുപോയി, 2 കുട്ടികൾ മരിച്ചുപോയി. ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ പറയാറുണ്ട്, ഉസ്താദേ എനിക്ക് രോഗമാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരേ കിടപ്പ് തന്നെയാണെന്ന് പറയുന്നല്ലോ. ചില ആളുകൾ പറയുന്നു, മനസ്സിന് താങ്ങാൻ പറ്റാത്ത സങ്കടമാണെന്ന് പറയുമല്ലോ. എന്നാൽ ഇതൊന്നും ഒരു പരീക്ഷണമേ അല്ലേ? അല്ല. അള്ളാഹു കൊടുത്ത അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണങ്ങൾ നിങ്ങൾ എണ്ണിക്കോ, ഞാൻ പറഞ്ഞു തരാ. ഒന്നാമതാകട്ടെ സഹോദരങ്ങളെ, തനിക്ക് ശാരീരികമായ രോഗം പിടിപെടുകയാ. എന്ത് രോഗമാണ് പിടിപെട്ടത്? മുഫസ്സിരീങ്ങൾ പേജുകളായ പേജുകൾ മാറ്റിവെച്ചത് അസ്ഥി ഉരുക്കമെന്നും അല്ലാതെ ശരീരത്തിൽ വന്ന വലിയ കുഷ്ഠമാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ രോഗത്തിനെ പറ്റിയിട്ട് പറയണ്ട. പക്ഷേ ഒന്നറിയണം, ശാരീരികമായ രോഗം പിടിപെട്ടിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. കഠിനമായ ശരീരത്തിന്റെ രോഗമങ്ങ് വേട്ടയാടുകയാ. സഹോദരങ്ങളെ, ശാരീരികമായി അള്ളാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബി വലിയ പരീക്ഷണത്തിൽ അകപ്പെട്ടു പോയി. രണ്ടാമതെന്താ നേരിട്ടതെന്നറിയോ? അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തപ്പോൾ അതിനോട് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടായപ്പോ, സഹോദരങ്ങളെ, കൂടെ നിൽക്കേണ്ട സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോ കൂടെ നിൽക്കേണ്ട ഭാര്യമാര് മുഴുവനും ഉപേക്ഷിച്ചു പോകും.
പോവുകയാ. എല്ലാ ഭാര്യമാരും തള്ളിപ്പറഞ്ഞു പോയി. സഹോദരങ്ങളെ, ഭാര്യമാര് മുഴുവനും ഇട്ടിട്ട് പോവുകയാ. മൂന്നാമത്തെ പരീക്ഷണം ഏതെന്നറിയോ? പിന്നെ ഭാര്യമാരുപേക്ഷിച്ചു പോയാൽ ആരാന്റെ മക്കളല്ലേ ഭാര്യമാര്. പക്ഷേ സ്വന്തം ചോരയിലുണ്ടായ മക്കളെല്ലാം മരിച്ചു പോവുകയാ. അള്ളാഹു എല്ലാരെയും അങ്ങ് മരിപ്പിച്ചു കളഞ്ഞു. മൂന്നാമത്തെ പരീക്ഷണമാ. ഇനി പലരും പറയാറുണ്ട്, ഭാര്യ പോട്ടെ, ശാരീരികമായ രോഗം വരട്ടെ, മക്കള് മരിച്ചു പോട്ടെ, ഉള്ളത് കാച്ചിയും കുടിച്ചും കിടക്കാമല്ലോ വീട്ടില്, ഉള്ളത് പാകം ചെയ്തിട്ട് കഴിക്കാമല്ലോ. ഇല്ല, മഹാനായ അയ്യൂബ് നബിയുടെ സർവ്വ സ്വത്തുക്കളും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. കൃഷിയിടങ്ങൾ കൊടുങ്കാറ്റടിച്ച് കടപുഴകി വീണു. ഒരു നിലയ്ക്കും സാമ്പത്തികമില്ലാത്ത അവസ്ഥ വന്നു. ചിന്തിക്കണേ, പിന്നെ എന്താ ഇനി ബാക്കിയുള്ളത്? മനസ്സുകൊണ്ട് പതറി പതറി തളർന്നങ്ങ് പോവുകയാ. ഈ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൈവിട്ടില്ല. ഇതൊക്കെ അള്ള കൊടുത്തപ്പോഴും അയ്യൂബ് നബിക്ക് പരാതിയില്ല, പരിഭവമില്ല. എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചില്ല. പറഞ്ഞ വാക്ക്, റബ്ബി ഇന്നി മസ്സനിയൽ ളുർ വഅന്ത അർഹമുർ റാഹിമീൻ. പടച്ചവനെ, എനിക്ക് ലുറെത്തിയിരിക്കുകയാണ്. ലുർ എന്ന് പറഞ്ഞാൽ ഒരു പാക്കേജാണ്. ആ പാക്കേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശാരീരികമായ ദുർബലതകളുണ്ട്, കുടുംബം ഉപേക്ഷിച്ചു പോയതിന്റെ വേദനയുണ്ട്, മക്കൾ മരിച്ചതിന്റെ സങ്കടമുണ്ട്, ശാരീരികമായ രോഗങ്ങൾക്കപ്പുറത്ത് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമമുണ്ട്, അതുപോലെ മനസ്സ് പതറുന്നതിന്റെ വേദനയുണ്ട്. ഇതെല്ലാം കൂടിയുള്ളൊരു പാക്കേജ് ആയിട്ട് അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഇന്നി മസ്സനിയൽ ളുർ വഅന്ത അർഹമുർ റാഹിമീൻ. പടച്ചവനെ, എനിക്ക് ലുറെത്തിയിരിക്കുകയാണ്, എനിക്ക് ലുറെത്തിയിരിക്കുകയാണ്. എന്റെ മക്കൾ മരിച്ചോട്ടെ, എന്റെ ഭാര്യമാരുപേക്ഷിക്കട്ടെ, എന്റെ ശരീരം തളർന്നു പോട്ടെ, എന്റെ സമ്പത്ത് മുഴുവനും നശിക്കട്ടെ, എന്റെ മനസ്സ് വ്യഥ കൊണ്ട് വ്രണപ്പെട്ടോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. നീ ആരെന്നറിയോ? നീ കരുണാമയനാണ് അല്ലാ, നീ എത്ര കാരുണ്യമുള്ളവനാണ് റബ്ബേ. ഇത് പറയാൻ അയ്യൂബ് നബിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു വാക്കുണ്ടല്ലോ സഹോദരങ്ങളെ, അല്ലാഹ് ബോധിച്ചു. അല്ലാഹു ശരീരത്തിന്റെ രോഗം മാറ്റിയിട്ട് നല്ല തൊലി കൊടുത്തു, നല്ല ശരീരം ആകാര സൗഠവം കൊടുത്തു, നല്ല സുമുഖനായ അയ്യൂബ് നബി അലൈഹിസ്സലാം മാറി. അത് കണ്ടപ്പോൾ ഉപേക്ഷിച്ച ഭാര്യമാരെല്ലാം ഓടി തിരിച്ചെത്തി. അല്ലാഹു സന്താനങ്ങളെ വീണ്ടും പകരം കൊടുത്തു, സമ്പത്ത് അല്ലാഹു തആല വീണ്ടും തിരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മനസ്സ് ശാന്തമായേ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാ. അതാണ് നമ്മുടെ വിഷയത്തിന്റെ ആ ഒരു വിഷയത്തിന്റെ ബന്ധം എവിടെയാണ് സഹോദരങ്ങളെ? ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അയ്യൂബ് നബിയെ, ഒന്ന് ചോദിച്ചോട്ടെ, ശരീരത്തിന്റെ രോഗം കാഠിന്യമായപ്പോൾ, ഭാര്യമാരുപേക്ഷിച്ചു പോയപ്പോൾ, മക്കളെല്ലാം മരിച്ചു പോയപ്പോ, അതുപോലെ സ്വത്തുക്കളെല്ലാം നശിച്ചു പോയപ്പോ, മനസ്സ് പതറി നിന്നപ്പോ, അങ്ങക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടമായത് ഏതാ? ഏത് സങ്കടമാണ് അങ്ങക്ക് മികച്ചു നിന്നത്? ഇതിൽ താങ്ങാൻ പറ്റാത്തത് ഏതാണെന്ന് ചോദിച്ചപ്പോ, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ ഈ പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കപ്പറമ്മൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള, അല്ലെങ്കിൽ ഓമശ്ശേരിയിലുള്ള, അല്ലെങ്കിൽ കൊടുവള്ളിയിലുള്ള, മടവൂരിലുള്ള നിങ്ങളോട് ചോദിച്ചാ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുന്നത്, എന്റെ ശരീരം തളർന്നു പോയതാണ്, മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ക്ഷീണിച്ചതാണ്. ചിലര് പറയും, എന്നാലും കുഴപ്പമില്ല, എനിക്ക് താങ്ങാ എന്റെ ഭാര്യ ഉണ്ടല്ലോ. എന്നാൽ അവിടെ ഭാര്യയും പോയ കഥയാ പറയുന്നത്. സഹോദരങ്ങളെ, മക്കളും പോയി, സർവ്വതും പോയി. ഇതിൽ ഏത് സങ്കടമാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമമുണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ രോഗമല്ല, എന്റെ ഭാര്യമാര് പോയതല്ല, എന്റെ മക്കളുടെ മരണമല്ല, എന്റെ സമ്പത്ത്
സമ്പത്ത് പോയതല്ല, എന്റെ മനസ്സ് തകർന്നു പോയതല്ല. പിന്നെ എന്താണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്നറിയോ? ശമാതത്തുൽ അഅദാ. എന്റെ ശരീരം മുഴുവനും ഉരുക്കം വന്ന് മരമാറിയപ്പോ, എന്റെ ഭാര്യമാരുപേക്ഷിച്ച് എന്നെ തള്ളിപ്പറഞ്ഞ് ഓടിയപ്പോ, എന്റെ മക്കൾ ഒന്നൊന്നിനെ പിറകെ വീണു മരിച്ചപ്പോ, എന്റെ സമ്പത്ത് മുഴുവനും നശിച്ചു പോയപ്പോ, ഞാൻ മനസ്സുകൊണ്ട് തളർന്നിരുന്നപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് എന്റെ ശത്രുക്കൾ എന്നെ നോക്കി ചിരിച്ച ചിരിയുണ്ടല്ലോ. ശമാതത്തുൽ അഅദാ. അതെനിക്ക് വല്ലാതെ വേദനിച്ചു എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ മറ്റൊരു പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോകാ. സഹോദരാ, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട അനുജനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ തന്റെ ജനതയെ ഏൽപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനയിൽ പോവാ ഏട് വാങ്ങാൻ. ആ ഏട് വാങ്ങാൻ പോയി തിരിച്ചു വരുന്ന സന്ദർഭം വരെ തന്റെ ഉമ്മത്തിനെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഹാറൂൻ നബി ഏൽപ്പിച്ചു. കാരണം എന്താ? ഇസ്ലാമിൽ പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ നോക്ക്, കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ വിമർശനം, ഒരു കാര്യമില്ല. അവർക്ക് എന്താ? അവർക്ക് പറയാനുള്ളത് രാജകീയ പ്രൗഢി. ഇന്നിപ്പോ അഡ്മിന്മാരൊരു ഫോട്ടോ ഇട്ടിട്ട് ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നു എന്ന് എഴുതി, അതിനടിയിൽ വന്നിട്ട് പറയാ കരയുള്ള മുണ്ട് മാറ്റിയെങ്കിൽ കൊള്ളാം. എന്തൊക്കെയാ നോക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാഹനത്തിൽ യാത്ര ചെയ്തുകൂടാ, AC റൂമിൽ കിടന്നുകൂടാ, നല്ല ആഹാരം കഴിച്ചുകൂടാ. നമുക്കാണെങ്കിൽ ആഹാരം വേണ്ട. ഞാൻ ഭക്ഷണം കഴിക്കാതെയാണ് ഞാൻ പ്രസംഗിക്കാൻ കയറിയത്. ഞാൻ തിരുവനന്തപുരം എന്റെ വീട്ടിൽ നിന്ന് 7:15 ഞാൻ ഇറങ്ങിയതാണ്. 8:30 മണിയായപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെത്തി. ട്രെയിനിൽ കയറി 9 മണിക്ക് ട്രെയിൻ വിട്ടു. ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ അറിയാമല്ലോ. പോണ്ടേ അങ്ങനെ പറഞ്ഞ് 6 മണിക്ക് കോഴിക്കോടെത്തി. ആ കോഴിക്കോട് നിന്ന് ബഹുമാനീയരായ എന്റെ പ്രിയപ്പെട്ട ഷമീർ സാഹിബും അതുപോലെ സഅദുദ്ദീനും അവർ രണ്ടുപേരും കൊണ്ടുവന്നു. അപ്പുറത്ത് നിസ്കരിച്ചു, ഇവിടെ വന്നു, ഒരു ചായ കുടിച്ചു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, ഒന്ന് ഫ്രഷായി നേരെ സ്റ്റേജിലോട്ട് കയറി. എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കും. ഞാൻ പറഞ്ഞു പിന്നെ കഴിച്ചോളാം. ആളുകൾക്ക് പരാതി എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ അസൂയപ്പെട, പഠിക്കാൻ പോ, നിനക്കും കിട്ടും ഭക്ഷണം. ആലോചിച്ചു നോക്കിയേ, മുഖ്യമന്ത്രിക്ക് കിട്ടാത്ത ആദരവല്ലേ ഇവിടുത്തെ ഉസ്താദന്മാർക്ക് അള്ളാഹു കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇപ്പൊ നിങ്ങൾ എത്രയോ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, APക്കാരുണ്ട്, EKക്കാരുണ്ട്, എത്ര സമുദായത്തിന്റെ ആളുകൾ വ്യത്യസ്ത സംഘടനകളും പാർട്ടികളുടെ ഉണ്ട്. പക്ഷെ ഒരാൾ വന്ന ഉമ്മൻചാണ്ടി വന്നാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വന്നാൽ കോൺഗ്രസ്സുകാർ മാത്രമേ കാണുള്ളൂ. പാണക്കാട് തങ്ങൾ വന്ന ലീഗുകാർ മാത്രമേ കാണുള്ളൂ, അതല്ലേ? അപ്പൊ അള്ളാഹു ഉമ്മത്തിന് കൊടുക്കുന്ന ചില മഹത്വമുണ്ട്. അത് ആള് കുറവോ കൂടുതലോ ആയിക്കോട്ടെ, പക്ഷെ അൽഹംദുലില്ലാ ഒരു സമുദായം കേൾക്കാനുണ്ട്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അള്ളാഹുവിന്റെ ദീനിൽ പ്രസംഗത്തിന് പ്രസക്തി ഏറെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു താല ഫിർഔന്റെ അടുത്തേക്കാ വിട്ടത്. നിങ്ങൾ ആലോചിക്കണം, 5 ഗുരുതരമായ തെറ്റാണ്. ശ്രദ്ധിച്ച് കേട്ടോളി, ഞാൻ അവസാനിപ്പിക്കാറായി. ഫിർഔന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു 5 ഗുരുതരമായ തെറ്റ്. 1, ഞാൻ റബ്ബെന്ന് പറഞ്ഞു. 2, ആൺമക്കളെയൊക്കെ കൊന്നു കളഞ്ഞു. 3, പ്രവാചകന്മാരെ കളവാക്കി കൊന്നു കളഞ്ഞു. പിന്നീട് ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ശണ്ഡീകരിച്ച് 3 തമ്മിലടുപ്പിച്ച്. ഇത്രയും ചെയ്ത ഫിർഔന്റെ അടുക്കലേക്ക് മൂസാ നബിയോട് അള്ളാഹ് പറയാ, ചെല്ല് ദഅവത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ, എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ പോകാം, പക്ഷെ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്ക് പ്രസംഗിക്കാൻ അല്പം പാടവം പോരാ. അതുകൊണ്ട് എന്റെ അനുജൻ നല്ല പ്രസംഗിക്കും, ഹാറൂൻ നബി, കൂടെ വിട്ടുതരുമോ? അള്ളാഹ് പറഞ്ഞു, വിട്ടോ, കൊണ്ടുപോയിക്കോ. പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അള്ളാഹ് പറഞ്ഞു, പോകുന്നത് ഫിർഔന്റെ അടുത്തേക്കാ. ഖൂലാ ലഹു ഖൗലൻ ലയ്യിന. 2 പേരോടും മയത്തിൽ സംസാരിക്കണം കേട്ടോ. പോയി കഴിഞ്ഞാൽ വിപ്ലവം ഉണ്ടാക്കി കളയരുത്, മയത്തിൽ സംസാരിച്ചാൽ മതി, അവർക്ക് മനസ്സിലാവും. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അപ്പോൾ മൂസാ നബി പറഞ്ഞ വാക്കാണ്. എല്ലാ പ്രവാചകന്മാരും കയറിയിട്ട് അത് പറയും. ഇത് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇങ്ങനെ കാര്യങ്ങൾ കോറിയിട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ നാവിന്റെ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് അള്ളാഹു തന്ന ആ ഒരു തൗഫീഖ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളും, ഉൾക്കൊള്ളാത്തവർ ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. യാസീൻ പറഞ്ഞതാണ്, ചില ആളുകൾ ഉൾക്കൊള്ളും. എന്നാൽ അതേ സൂറയിൽ തന്നെ ആദ്യം വേറൊരു കൂട്ടരെ പറഞ്ഞിട്ടുണ്ട്, അവര് ഈ ഇന്ദാറ് മനസ്സിലാക്കാത്ത വിഭാഗമാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആളുകൾക്കുള്ള പരാതി ഇതാണ്, ഭക്ഷണം കൊടുക്കുന്നു, നല്ലത് കൊടുക്കുന്നു എന്നൊക്കെ പറയാൻ. ഞാനൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെടുത്ത് പറയട്ടെ. പ്രസംഗത്തിനേറെ പ്രസക്തിയുണ്ട്. ദീനിന് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പ്രസംഗത്തിനേ കഴിയുള്ളൂ. പാട്ടുകൊണ്ട് കഴിയില്ല, പാട്ടുകൊണ്ട് കഴിയില്ല, പ്രസംഗം കൊണ്ടേ കഴിയുള്ളൂ. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോഴും പേടിയുണ്ട്. ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അൻഫു മിൻ വഅലി അൽഫി റജുലിൻ ഫി റജുലിൻ. 1000 പേര് ഒരാളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിക്കുന്ന, 1000 പേര് ഒരാൾക്ക് വഅദ് പറയുന്നതിനേക്കാൾ നല്ലത് ഒരാൾ 1000ങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലെന്നാണ് നല്ലത്. ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അൻഫഉ മിൻ വഅലി അൽഫി റജുലിൻ ഫി റജുലിൻ. 1000 പേര് ഒരാൾക്ക് വഅദ് പറയുന്നതിനേക്കാൾ നല്ലത് ഒരാൾ 1000ങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ്. വലിയ പാടാ. പ്രസംഗവും ഒരുപോലെയാ. രണ്ടിനും പേറ്റുന്നോണ്ട്, രണ്ടിനും വേദനയാണ്. അപ്പൊ ചോദിക്കും, ഞങ്ങൾ ഈ ബോക്സിന്റെ മുമ്പ് ഇരിക്കുന്നത് ശരിയാണ്, ലേബർ റൂമിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഭർത്താവിന്റെ അതേ നെഞ്ചടിപ്പും വേദന തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് ഇരിക്കുമ്പോഴും. കാരണം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നില്ലേ? ചെവിയിലൊന്നല്ലേ അടിക്കണം, ചിലർക്ക് നെഞ്ചിലൊന്നും അടിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ തബ്ലീഗ് പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ അവസാനം മൈക്ക് സെറ്റുകാർ മാത്രം കാണും എൻ്റെ അടുത്ത്, വേറെ ആരും കാണൂല, സംഘാടകരും പോവും. അപ്പം ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം. ബിൽ മൗഇളത്തി അൽ ഹസനത്തി ബിൽ ഹിക്മത്തി. ഹിക്മത്തൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ പറയാം, പ്രസംഗത്തിനേറെ പ്രസക്തിയുണ്ട് നമ്മുടെ പരിശുദ്ധ ദീനീ പ്രബോധനത്തിന്.